പരിശുദ്ധനാം താതനേ, കരുണയിൻ വിശുദ്ധ മരിയ ഫൗസ്ത്യനായുടെ യേശു ദർശനങ്ങൾ. കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ. അതായത് കുമ്പസാരം പ്രയോജനപ്പെടുത്തുക. ആദ്യ വാക്യം: പൂർണ്ണമായ ആത്മാർത്ഥതയും തുറവിയും നിഷ്കളങ്കതയും ഇല്ലാത്ത ആത്മാവിന് ഏറ്റവും ജ്ഞാനവും വിശുദ്ധിയുമുള്ള ഒരു കുമ്പസാരക്കാരന് പോലും ബലം പ്രയോഗിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കപടതയും നിഗൂഢതയുമുള്ള ആത്മാവ് ആത്മീയ ജീവിതത്തിൽ വളരെ അപകടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇപ്രകാരമുള്ള ആത്മാവിന് കർത്താവായ ഈശോ പോലും ഉന്നതമായ തലത്തിൽ തന്നെ വെളിപ്പെടുത്തുകയില്ല. കാരണം ഇപ്രകാരമുള്ള കൃപ വഴി അത് പ്രയോജനമെടുക്കുകയില്ലെന്ന് അവിടത്തേക്ക് അറിയാം. രണ്ടാമത്തെ വാക്യം: എളിമയുള്ള ആത്മാവല്ലെങ്കിൽ അതിന് കുമ്പസാരം വഴി കിട്ടേണ്ട പ്രയോജനം ലഭിക്കുകയില്ല. അഹങ്കാരം അതിനെ അന്ധകാരത്തിൽ തന്നെ സൂക്ഷിക്കുന്നു. അതിന്റെ ദുരവസ്ഥ മനസ്സിലാക്കാനോ സമഗ്ര പഠനം നടത്താനോ അത് തയ്യാറല്ല. അത് ഒരു മുഖംമൂടി ധരിക്കുകയും തന്റെ സൗഖ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ വാക്യം: അനുസരണം. കർത്താവായ ഈശോ തന്നെ വന്ന് അതിന്റെ കുമ്പസാരം കേട്ടാൽ പോലും അനുസരണയില്ലാത്ത ആത്മാവിന് വിജയം വരിക്കാൻ സാധ്യമല്ല. ഏറ്റവും അനുഭവജ്ഞാനമുള്ള കുമ്പസാരക്കാരനു പോലും അപ്രകാരമുള്ള ഒരു ആത്മാവിനെ സഹായിക്കാൻ സാധ്യമല്ല. അനുസരണമില്ലാത്ത ആത്മാവ് വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വരും. പൂർണ്ണതയിലേക്ക് വളരാൻ അതിന് സാധിക്കുകയില്ല. എന്നുമാത്രമല്ല, ആത്മീയ ജീവിതത്തിൽ വിജയിക്കാനും അതിന് സാധിക്കുകയില്ല. അനുസരണയുള്ള ആത്മാവിലേക്കാണ് ദൈവം ഉദാരമായി കൃപകൾ ചൊരിയുന്നത്. ഓ, സഹിക്കുന്ന ഒരു ആത്മാവിൽ നിന്നൊഴുകുന്ന സ്തുതിഗീതങ്ങൾ എത്ര ആനന്ദപ്രദമാണ്! ഇപ്രകാരമുള്ള ഒരു ആത്മാവിൽ സ്വർഗം മുഴുവൻ ആനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ദൈവം അതിനെ പരീക്ഷിക്കുമ്പോൾ, ദൈവത്തിനു വേണ്ടിയുള്ള വലിയ ദാഹത്താൽ വിലപിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് അത് വളരെ മനോഹരമാണ്. ദൈവസ്നേഹത്താൽ വ്രണിതയായി ജീവിതമാകുന്ന വനാന്തരത്തിലൂടെ ഒരു കാലുമാത്രം നിലത്തുറപ്പിച്ച് ആത്മാവ് നടക്കുന്നു. ഈ പരീക്ഷണങ്ങളെ ഒരാത്മാവ് അതിജീവിക്കുമ്പോൾ അത് വളരെ വിനീതയാകുന്നു. അതിന്റെ നൈർമല്യം വലുതാണ്. പ്രത്യേക സന്ദർഭങ്ങളിൽ എന്ത് സ്വീകരിക്കണമെന്നും എന്തുപേക്ഷിക്കണമെന്നും ചിന്തിക്കാതെ തന്നെ വേഗത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൃപയുടെ മൃദുല സ്പർശം പോലും അതിനു മനസ്സിലാകുകയും ദൈവത്തോട് വളരെ വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നു. അകലെ നിന്നു തന്നെ ദൈവത്തെ തിരിച്ചറിയുകയും നിരന്തരം അവിടുന്ന് ആനന്ദിക്കുകയും ചെയ്യുന്നു. മറ്റുള്ള ആത്മാക്കളിലും പൊതുവെ തന്റെ ചുറ്റുപാടിലും ദൈവത്തെ പെട്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. ദൈവത്താൽ തന്നെ ആത്മാവ് പവിത്രീകരിക്കപ്പെടുന്നു. തികച്ചും ആത്മീയമായ ജീവിതത്തിലേക്ക് പൂർണ്ണ ആത്മാവായ ദൈവം ആത്മാവിനെ പ്രവേശിപ്പിക്കുന്നു. ദൈവം തന്നെ ആദ്യം ആത്മാവിനെ ഒരുക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അതായത് അവിടത്തേക്ക് അടുത്ത സമ്പർക്കം പുലർത്താൻ അതിനെ പ്രാപ്തയാക്കുന്നു. ഒരു സ്നേഹസമാധിയുടെ അവസ്ഥയിൽ ആത്മാവ് കർത്താവുമായി ആത്മീയ സമ്പർക്കത്തിലാകുന്നു. ഇന്ദ്രിയങ്ങളിൽ കൂടിയല്ലാതെ ദൈവത്തോട് സംസാരിക്കുന്നു. ദൈവം തന്റെ പ്രകാശത്താൽ അതിനെ നിറയ്ക്കുന്നു.